ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഞാൻ നമ്മുടെ ചാനലിൽ കൂടി അധികം പരിചയപ്പെടുത്തിയിട്ടുള്ള റെനോൾട്ടിന്റെ പൾസാണ്. അപ്പോൾ പൾസും മൈക്രയൊക്കെ നമുക്ക് ഏകദേശം സെയിം പ്ലാറ്റ്ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. രണ്ടും നല്ല മികവുറ്റ വണ്ടികൾ തന്നെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫോമൻസും പവറും മൈലേജ് ഒക്കെ തരുന്ന വാഹനം തന്നെയാണ് ഈ രണ്ടെണ്ണം, മൈക്രയും ഇതേപോലെ പൾസും. ഞാൻ ഇപ്പോൾ പൾസിന്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ഈ പൾസ് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്നത് 2012 മോഡൽ, ഡീസൽ വേരിയന്റ് ആണ്. 90,000 കിലോമീറ്റേഴ്സ് ഓടിക്കുന്ന വാഹനമാണ്. ഇതിന്റെ കിലോമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ വഴിയെ, ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കണ്ടേക്കണം. പിന്നെ ഒരുപാട് സുഹൃത്തുക്കളോട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് കമന്റ് അടിക്കാൻ വേണ്ടി മാത്രം ഒരു കൂട്ടം ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾ ചില എന്താ പറയുക, ഓൺ റോഡ് പ്രൈസും അതല്ലെങ്കിൽ എക്സ്ഷോറൂം പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. 5,85,500 രൂപക്ക് എന്താ പറയുക, ഇഗ്നിസ്, മാരുതിയുടെ ഇഗ്നിസ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞ കുറച്ച് ചേട്ടൻ കമന്റ് ഇട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു വിലക്ക് ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു വേരിയന്റ് ഇഗ്നിസ് ഓൺ റോഡ് പ്രൈസിൽ എത്തിച്ചേരണമെങ്കിൽ ഇന്നലെ ഞാൻ കാണിച്ച 2 ഇഗ്നിസും ആ ചേട്ടൻ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നോട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ആ ചേട്ടൻ 5,85 രൂപക്ക് ഞാൻ കാണിച്ച ഓട്ടോമാറ്റിക് വേരിയന്റ് ആയിട്ടുള്ള ഇഗ്നിസ് നിങ്ങൾ ഓൺ റോഡിൽ 5,85 വാങ്ങിച്ചു തരണം കേട്ടോ. ഫ്രണ്ടൊന്നും ആയിരിക്കരുത്, ഫ്രഷ് വണ്ടി. ഓക്കെ, അപ്പോൾ അതോട്ടേക്ക് നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. എന്നാലും പറയാണ്, നെഗറ്റീവ് അടിക്കുമ്പോൾ കുറച്ച് ബേസ് ഉള്ള നെഗറ്റീവ് അടിക്കാൻ ശ്രമിക്കുക, എന്നാലും നമുക്ക് ബേസിൽ ഉള്ള ഉത്തരങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു പൾസാണ്. അപ്പോൾ പൾസിന്റെ ഫുള്ള് വ്യൂ കണ്ടുവരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പാസഞ്ചർ സൈഡ് എങ്ങനെയാണെന്ന് വിശദമായിട്ടും ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഡോർ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാനൊക്കെ ആകുമ്പോൾ കിലോമീറ്റേഴ്സ് ഞാൻ നേരത്തെ കാണിച്ചത് 93,000 കിലോമീറ്റേഴ്സാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഡോർ അടിച്ചിട്ട് നമുക്ക് ഇനി പാസഞ്ചർ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. ഇവിടെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും നമുക്ക് പവർ വിൻഡോസ് കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെയും നമുക്ക് ആ ഒരു സൺ ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റിക്ഡ് ആണ്.
സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതിന് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്തിട്ടൊക്കെയാണ് അത്. കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് വണ്ടി നല്ല വണ്ടിയാണ്. നല്ല അലോയ് വീൽസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന വണ്ടി. നല്ല രീതിയിൽ പെർഫോമൻസും മൈലേജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള വണ്ടി തന്നെയാണ് ഈ ഒരു റെനോൾട്ടിന്റെ പൾസ്. ഇത് 2012 ഇതിന്റെ മോഡൽ, ഡീസൽ വേരിയന്റ് ആണ്. 90,000 കിലോമീറ്റേഴ്സ് ഓടിയേക്കണം ഈ ഒരു വാഹനം. അത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്ന പ്രൈസ് അത് ഞാൻ പറഞ്ഞുതരാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സ് ഒക്കെ ഇൻസ്റ്റയിൽ കൂടിയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്കൊരു മിസ്റ്ററി ചാനലും കൂടി ഉണ്ട്. മിസ്റ്ററി സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ പുതിയ ചാനലാണ്, അതൊന്ന് ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഈ റെനോൾട്ട് പൾസിന്റെ റേറ്റ് 2.65 lakhs ആണ് ഇതിന്റെ റേറ്റ്. 2,65,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോന് താഴെ നമ്പറിനകത്തേക്ക് വിളിക്കണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കേരളം മൊത്തം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആ സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നമ്പറിനകത്തേക്ക് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു റെനോൾട്ട് പൾസിന്റെ വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് നമുക്ക് വേറെ വാഹനങ്ങളുടെ റിവ്യൂ എടുക്കണം. തരാം.